ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു മുത്തുമണി പായസമായിട്ടാണ്. മുത്തുമണി എന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. ഇത് കാണാനൊക്കെ നല്ല മണിമണി പോലെയുള്ള ചവ്വരി ഉണ്ടല്ലോ, ആ ചവ്വരി വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചവ്വരി എന്ന് പറയുന്നത് തന്നെ നല്ല മണിമണി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല തിക്കായിട്ട് നല്ല കുറുകിയിട്ട് വരുന്ന ഒരു തരം പായസമാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചവ്വരി എടുത്തിട്ടുണ്ട്. ഇതിന് സാഗോ എന്നൊക്കെ പറയും കേട്ടോ. കടകളിൽ നിന്നൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് ചവ്വരി എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മണിമണിയായിട്ടാണ് ഇരിക്കുക, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് കഴുകി വൃത്തിയാക്കാന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അതൊന്ന് തൊട്ട് കഴിഞ്ഞെന്നാൽ മനസ്സിലാവും, ഒരു വെള്ളപ്പൊടി പോലെ ഈ ഒരു ചവ്വരിയിലൊക്കെ മേലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കി ഞാനിതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് 1 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കണം, എങ്കിലാണ് ഇത് നന്നായിട്ട് സോഫ്റ്റായി വരത്തുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞു, നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഇട്ടതിനേക്കാളും കുറച്ച് വീർത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ചവ്വരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത്, ഇതൊന്ന് ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടോ, ഇതേപോലെ ഒന്ന് ഞെക്കുന്നുണ്ട് കണ്ടോ, പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊടിഞ്ഞു വരുന്നുമുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഈ ചവ്വരി, ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല, വെള്ളം ഊറ്റിക്കളയാം. എന്നിട്ട് ആ ചവ്വരി മാത്രം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചവ്വരി എന്ന് പറയുന്നത്. അപ്പോൾ 1/2 കപ്പിന് 1.5 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ചവ്വരി നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒത്തിരി സമയമൊന്നും വേണ്ട, നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. കാരണം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ നല്ലതുപോലെ സോഫ്റ്റ് തന്നെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് ആ ചവ്വരിയൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നന്നായി തിളച്ചു വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഞാനൊരു മണി എടുത്ത് കാണിക്കാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം നമുക്കിത് വളരെ ഒരു കണ്ണാടി ചില്ല് പോലെ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ നേരത്തെ ഇട്ട പോലെയല്ല, നല്ല പളുങ്ക് പോലെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ പനനങ്ക് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലത്തെ ഒരു ടെക്സ്ചറാണ് ഇതിന് വരിക. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിന്നിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 500 ml പാൽ എടുത്തിട്ടുണ്ട്. എടുക്കുന്ന പാല് നല്ല ഫുൾ ഫാറ്റ് മിൽക്കായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പം പാക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പാലൊക്കെ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ്, എങ്കിലൊന്ന് ഉറപ്പ് വരുത്തുക അത് ഫുൾ ഫാറ്റ് ആണെന്നുള്ളത്. ഇനി നമുക്ക് ഈ പാലും കൂടെ ഒഴിച്ച്, ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ചവ്വരി വേവിച്ചിട്ടുള്ള ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്ക് പാല് ഇതൊന്ന് കുറുകി കിട്ടാനായിട്ടൊരു സൂത്രം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഞാനൊരു 1.5 മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ ഒത്തിരി മധുരത്തിലല്ല ഈ പായസം എടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ചേർക്കുന്നത് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഒരു നല്ലൊരു മഞ്ഞ കളർ കിട്ടുക. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് ഓർത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരത്തൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം 2-3 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്നും കൂടി ഇത് മൂടി വെച്ച് നന്നായി തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. ഈ ചവ്വരി പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ഇനി നമുക്കിതിനകത്തോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഏലക്കയുടെ കുരു ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ട് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയാണെങ്കിലും ചേർക്കാം. അതല്ല, നമുക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിൽ പായസം കഴിക്കാനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായി തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് അല്പം കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിന് പകരം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു മുന്തിരിയും അതുപോലെ ഉണക്കമുന്തിരിയും കശുവണ്ടിയും ഒക്കെ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ പാൻ കണ്ടോ, അതിങ്ങനെ ചെറുതായിട്ടൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു കശുവണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം.
അപ്പം ഞാൻ ആ നെയ്യോട് കൂടെ തന്നെ ആ ഉള്ളതെല്ലാം കൂടെ ഇതിനകത്തോട്ട് അങ്ങ് തട്ടിയിടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് സമയമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലൊന്ന് വറ്റിച്ചെടുത്ത് നല്ല കുറുകി നമുക്ക് പായസമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ല, ഇപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറുക്കി എടുക്കാനുള്ളൊരു സൂത്രമാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കുഞ്ഞൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു സമയം ഞാനൊരു കുഞ്ഞ പാത്രത്തിൽ 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ആവാം അരിപ്പൊടി, അത് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അരിപ്പൊടി ഇടുക. അതിനകത്തോട്ട് അല്പം വെള്ളം ചേർത്ത് അത് നന്നായിട്ട് ഈ അരിപ്പൊടിയൊക്കെ അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഇതുപോലെ ആയിരിക്കണം കേട്ടോ, നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടിരിക്കണം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സാണ് നമ്മൾ ആ പായസത്തിൻ്റെ കൂട്ടിലോട്ട് ചേർക്കുന്നത്. ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് സംശയം തോന്നണ്ട അരിപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മൾ ഈ പായസം ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കുട്ടി സൂത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി നേരം ഇരുന്ന് അതിങ്ങനെ ഇളക്കി ഇരിക്കേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് ഏത് പായസമാണെങ്കിലും, ചെറുപയർ പരിപ്പോ അല്ലെങ്കിൽ എന്ത് പായസം വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിപ്പൊടി ഒന്ന് കുറുക്കി ഇതിനകത്തൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പായസമൊക്കെ നല്ല കുറുകി നല്ല നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഇരിക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ പായസം. അപ്പോൾ ഞാൻ ഇതൊന്ന് അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അരിപ്പൊടിയുടെ മിക്സ് ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു നുള്ളു ഉപ്പാണ്. 1-2 നുള്ളു ഉപ്പ് ചേർക്കുക. ജസ്റ്റ് ആ ഒരു മധുരമൊക്കെ ഒന്ന് മുന്നിട്ട് നിൽക്കാനും അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇങ്ങനെ നന്നായിട്ട് ഇളക്കുക. ഒത്തിരി നേരമൊന്നും ഇളക്കണ്ട, ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങും. ഒരു 2-3 മിനിറ്റിനകത്ത് ഇത് കുറുകി വരാൻ തുടങ്ങും. നമ്മുടെ പായസമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഇവിടെ ഇങ്ങനെ ഓഫ് ചെയ്യാൻ പോവാട്ടോ. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ കുറുകി ഇരിപ്പുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത്. നല്ല മണി പോലത്തെ പായസമാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി കൂടെ നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു വീഡിയോയുടെയും ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത കൊണ്ട് ഇത് ഒരു വെള്ള കളറായിട്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക, ഒരു ഓഫ് വൈറ്റ് കളറ്. പക്ഷെ അതല്ല, ഇതിൻ്റെ കുറച്ച് ശരിക്കുള്ള കളറ് മുന്നോട്ട് പോകുമ്പോൾ ചില വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചൊവ്വരി പായസം ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്കിങ്ങനെ വായയിൽ ഇങ്ങനെ മണിയായിട്ട് കടിക്കാൻ കിട്ടുന്നതൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഒരു പിസ്ത മേലൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് കേട്ടോ. എന്തുകൊണ്ടോ മറ്റുള്ള വീഡിയോയിൽ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നത് അത് വന്നിട്ടില്ല. എന്താണെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഒരു സാധാരണ വെള്ള പായസം കുടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയാണ് ഇതുപോലെ ഒരു മഞ്ഞ കളറിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് സെർവ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്, എൻ്റെ ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.